നമസ്കാരം, ഞാൻ അർജുൻ. DuoXplorer ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ ഈസ്റ്റർ സ്പെഷ്യൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ ചീസ് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ? ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന കട്ട്ലറ്റിൻ്റെ അളവാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിൽ മാറ്റം വരുത്താവുന്നതാണ്. ഞങ്ങളാക്കി നോക്കിയപ്പോൾ 10 കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ തുടങ്ങാം അല്ലേ? അതൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ടേസ്റ്റ് മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട. എണ്ണ ചൂടായാൽ അതിൽ കുറച്ച് ഇഞ്ചി ഇട്ട് മൂപ്പിക്കുക. പിന്നെ അതിലേക്ക് കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇടുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കുക. അതിനുശേഷം അത് തണിയാൻ മാറ്റി വെക്കുക. കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഷ്രെഡഡ് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് തണിയാൻ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി മസാലയും കുറച്ച് മല്ലിയിലയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള മിക്സർ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ചീസ് ക്യൂബ്സ് ആണ്. ബ്രിട്ടാനിയരുതോ അമൂലിൻ്റെയോ അല്ലെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെയോ ക്ലാസിക് ചീസ് ക്യൂബാണ് ഇതിന് നല്ലത്. ചീസിനെ ചെറിയ കഷ്ണങ്ങളാക്കുക. എന്നിട്ട് ഒരു പീസ് ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് കട്ട്ലറ്റിനെ പാറ്റി ഷേപ്പിൽ ആക്കി എടുക്കുക. ഇനി അതിൻ്റെ കോട്ടിംഗ് ഉണ്ടാക്കണം. അതിന് 2 മുട്ട ബീറ്റ് ചെയ്ത് ഒരു പാത്രത്തിലും 4-5 ബ്രെഡ് പീസ് മിക്സിയിലിട്ട് അടിച്ചുണ്ടാക്കിയ ക്രംസ് വേറൊരു പാത്രത്തിലും എടുക്കുക. ഇനി കട്ട്ലറ്റ് പാറ്റീസ് ഓരോന്നായി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വെക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ട സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ പാറ്റീസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ പുറത്തെടുക്കുക. സംഭവം റെഡി. ഇതിങ്ങനെ കയ്യിലെടുത്ത് പൊട്ടിക്കുമ്പോൾ ഉള്ളുന്നൊരു മണം വരും. ചാൻസേ ഇല്ല. ഇതിൻ്റെ ഒപ്പം ഒരു കട്ടനോ അല്ലെങ്കിൽ ഒരു തണുത്ത ജ്യൂസോ ഉണ്ടെങ്കിൽ സംഭവം വെടിപ്പം. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചങ്ങായിമാർക്ക് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറക്കാണ്ട് മണി അടിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ.